നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുപക്ഷെ അയാൾ മറ്റൊരു കൊലപാതകം കൂടി ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമല്ലെങ്കിൽ നിനക്ക് വേദനിക്കുമെന്ന്. ഒരിക്കൽ കൂടി ഞാൻ ചോദ്യം ആവർത്തിക്കാം. ഇപ്പൊ സാറയുടെ വീട്ടില് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലേ? വെറുതെ നിന്നല്ല, കൈകൾ ചേർത്ത് പിടിച്ച്. അത് സാറ ചേച്ചിയെ പോലെ തോന്നി, സ്വന്തം പെങ്ങളെപ്പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാന്നൊക്കെ ചില മറുപടിയുണ്ട്. ചോദിക്കുന്നവനെ പൊട്ടനാക്കുന്ന മറുപടി. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് അതിലെ വാസ്തവ. എന്താടാ നിനക്ക് അവളോട്? അല്ലെങ്കിൽ എന്താ അവൾക്ക് നിന്നോട്? അത് പറഞ്ഞ ചേട്ടൻ അവരെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. പറയടാ. പലപ്പോഴും നിത്യേച്ചി ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. എപ്പോഴും നിനക്ക് കാമുകയുണ്ടോ, കാമുകയെക്കുറിച്ച് നിന്റെ സങ്കല്പം എന്തൊക്കെയാന്ന് എന്നോട് ചോദിക്കും. പിന്നെ ഞാൻ ഒഴിഞ്ഞു മാറാറേ ഉള്ളൂ. അപ്പോ സംസാരിക്കാത്ത എന്താണെന്ന് ചോദിച്ച് എന്റെ പുറകെ നടക്കും. ഞാനൊരു മൂത്തേച്ചി നിലയ്ക്ക് അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരെന്നെ കാണുന്ന അങ്ങനല്ല. എനിക്ക് നിങ്ങളെ വഞ്ചിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാ. അതും കഴിഞ്ഞ് ജോലിയും കിട്ടി എനിക്ക് തിരിച്ചു പോകണം. അവരോട് ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയണം. ഞാനെന്താ വെറുതെ ജീവന്റെ ഭാഗ്യക്ക് കാരണമാന്ന്. നീ പറഞ്ഞല്ല സത്യമാണല്ലോ അല്ലേ? സത്യം. അപ്പൊ പിന്നെ നിനക്കൊന്നും സംഭവിക്കില്ല, ആരെ കൊണ്ടും. പക്ഷെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാനാവില്ല. ഇപ്പൊ തന്നെയുണ്ട് ശിക്ഷ. അവരെന്നെ വെല്ലുവിളിക്കാൻ വന്നതല്ലേ, അവരനുഭവിക്കട്ടെ. സാർ, ഈ അവസ്ഥയിൽ ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റർ രഘു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ജീവൻ ഇപ്പോൾ വല്ലാത്തൊരു ഉന്മാദാവസ്ഥയിലാണ്. അതിനിയും കൂടുതൽ വർദ്ധിക്കാനാണ് സാധ്യത. സർ, അത് ഈ മാനസികാവസ്ഥയുടെ പ്രത്യേകത അതാ. മറ്റുള്ളവരുടെ പ്രാണവേദന, മരണഭയം ഇതൊക്കെ ആസ്വദിച്ചു തുടങ്ങുന്നൊരു പ്രത്യേക അവസ്ഥ. മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ വൈകൃതങ്ങളും ഒരുമിച്ച് പുറത്തിറങ്ങും. ഒരുപക്ഷെ അയാൾ മറ്റൊരു കൊലപാതകം കൂടി ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു അപകടം കൂടി നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചേക്കാം. അരുത് ഡോക്ടർ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, ഒന്നുകിൽ
ഒരു കടുത്ത മാനസിക രോഗി എന്ന നിലയിൽ അയാളെ ബലമായി പൂട്ടിയിട്ട് ചികിത്സിക്കേണ്ടി വരും. ഇനി അയാളെ സ്വതന്ത്രനായി തുറന്നുവിടുന്നത് അപകടമാണ്. ഞങ്ങൾക്ക് അല്പം കൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ. മിസ്റ്റർ രഘു, എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഓക്കെ, പക്ഷേ വികലമായ മനസ്സുള്ള ഒരാളോടാ ഇത് പ്രാക്ടിക്കലാക്കാൻ പറയുന്നത്. അത് സാധിക്കുമോ? ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാം. ജീവന്റെ മനസ്സിൽ നിങ്ങളിൽ ആരോടാണോ കൂടുതൽ ശത്രുതയുള്ളത് അയാളായിരിക്കും ജീവന്റെ അടുത്ത ടാർഗറ്റ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ടേ നമ്മളൊക്കെ വിവരം അറിയൂ. പക്ഷേ അയാളുടെ മനസ്സിൽ അയാൾ ഇതിന്റെയൊക്കെ പ്ലാനിങ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന അതിക്രൂരനായ അതീവ വയലന്റായ ഒരു ക്രിമിനലാണ് നിങ്ങളുടെ മകൻ. അനുവദിച്ചു കൊടുക്കുന്ന ഓരോ നിമിഷവും അയാൾ കൂടുതൽ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ റിയലൈസ് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രഘുവേട്ടാ, നമുക്കിപ്പൊ തന്നെ വീട്ടിലേക്ക് പോകണം. നിത്യമോൾ അവിടെ ഒറ്റയ്ക്ക. സർ, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ട് സാറിനെ വിളിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വെച്ചോളൂ. പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത്. രഘുവേട്ടാ, വാ നമുക്ക് പോവാം. പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.